ഒരു മഹത്തായ സംസ്കാരത്തിന്റെ സംഗീത പൈതൃകവുമായി കേൾക്കുന്തോറും അർത്ഥവും മാധുര്യവും ഇരട്ടിക്കുന്ന മാപ്പിള ശീലുകളുമായി പുതിയ പാട്ടുകാരുടെ പുതുമയാർന്ന അവതരണവുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ബ്യൂട്ടി മാർഗോൾ പട്ടുറുമാൽ ഇശൽ മർഹബ. മാപ്പിള പാട്ടെന്നാൽ അത് പട്ടുറുമാൽ തന്നെ. സുറുമയെഴുതിയ മാപ്പിളപ്പാട്ടുകളുടെ ദൃശ്യഭാഷ്യത്തിന് പ്രേക്ഷക ലോകം ഒരു പേരിട്ട് വിളിച്ചു. കൈരളിയുടെ പട്ടുറുമാൽ. മലബാറിന്റെ മാസ്മരിക സംഗീതത്തെ സംഗീത ലോകം അഭിമാനത്തോടെ നിർവചിച്ചു. കൈരളിയുടെ പട്ടുറുമാൽ ഒരു ജനതയുടെ കലാ സാംസ്കാരിക സമന്വയം എണ്ണമറ്റ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്തത് ഇങ്ങനെ: കൈരളിയുടെ പട്ടുറുമാൽ. അതെ, ഏവരും ഒരേ സ്വരത്തിൽ ഏറ്റുപറയുന്ന ആപ്തവാൻ പട്ടുറുമാൽ. പാടുന്ന വീണ്ടും നിങ്ങളുടെ മുന്നിൽ പട്ടുറുമാൽ വരികയാണ്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് പട്ടുറുമാൽ ഇശൽ മർഹബ. മികച്ച വാഗ്ദാനങ്ങളായ ഗായകരാണ് പട്ടുറുമാൽ ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് ഇതൊരു വ്യത്യസ്തമായ ഒരു സംഗീത അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവുക, ഞങ്ങളുമുണ്ട് നിങ്ങളോടൊപ്പം. ഞാനുമുണ്ടാവും. മാപ്പിളപ്പാട്ട് എന്നാൽ പട്ടുറുമാൽ തന്നെ. ഏതൊരു റിയാലിറ്റി ഷോയുടെയും മർമ്മപ്രധാനമായ ഘടകമാണ് പ്രഗത്ഭരായ വിധികർത്താക്കൾ. മാപ്പിളപ്പാട്ടിന്റെ ഇമ്പമൂറുന്ന ഈ വേദിയിൽ പട്ടുറുമാൽ ഇശൽ മർഹബയിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അവരവരുടെ സ്ഥാനങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രഗത്ഭരായ വിധികർത്താക്കളാണ്. ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാപ്പിളപ്പാട്ടെന്ന ജനകീയ കലയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കലാകാരൻ, നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതനായ ശ്രീ KV അബൂട്ടി മാഷ്. മാപ്പിളപ്പാട്ടെന്ന ജനകീയ കലയെ എന്നുമെന്നും സ്നേഹിക്കുന്ന പ്രശസ്ത ഗായകൻ, ഒട്ടുമിക്ക എല്ലാ വേദികളിലും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമുഖ പ്രതിഭ. സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഫിറോസ് ബാബു. ചുവരില്ലാതെ ചിത്രം വരയ്ക്കാൻ സാധിക്കില്ല. തീർച്ചയായും പട്ടുറുമാൽ എന്ന ഈ വേദിയിൽ അദ്ദേഹം ഇല്ലാത്തൊരു കാര്യം ഞങ്ങൾക്ക് ഓർക്കാനേ സാധിക്കില്ല. പട്ടുറുമാലിന്റെ എല്ലാ വളർച്ചയിലെയും ഞങ്ങൾക്ക് മികച്ച നിർദ്ദേശങ്ങൾ നൽകി വരുന്ന പട്ടുറുമാലിന്റെ എല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ TK ഹംസ. പട്ടുറുമാൽ ഇശൽ മർഹബ ആരംഭിക്കുന്നത് തീർച്ചയായും ഈ 3 വിധികർത്താക്കളെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മാപ്പിളപ്പാട്ടിനെ പട്ടിന്റെ ഉറുമാലിൽ ചാർത്തിയ പട്ടുറുമാൽ ഇശൽ മർഹബ ഇത് 6ാം ഭാഗമാണ്. തീർച്ചയായും ഈ വേദിയിൽ 3 ജഡ്ജസ് എന്നോടൊപ്പമുണ്ട്. ഒരാളുടെ ചെയർ കൂടി അവിടെ വേക്കന്റ് ആണ്. അതാരാണെന്നറിയാൻ നിങ്ങൾ എല്ലാവരും ഒരുപോലെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ സമൂഹം നമ്മുടെ വിരൽത്തുമ്പുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കത്തുകളിലൂടെ ഹൃദയം കൈമാറിയിരുന്ന കാലഘട്ടത്തിൽ മലയാളികൾ ഓർത്ത് കരഞ്ഞു പാടിയ ആ പാട്ടുകാരി തന്നെയാണ്. എത്രയും ബഹുമാനത്തോടുകൂടി ആ പാട്ട് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആളെ മനസ്സിലാകും. തീർച്ചയായും എല്ലാവർക്കും മനസ്സിലായി കാണും. ഒരു കാലഘട്ടത്തിൽ മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ ഇടം നേടിയ മികച്ച ഗാനം പാടിയ നമ്മുടെ പ്രിയപ്പെട്ട അമ്പിളി മാമാണ് പട്ടുറുമാൽ ഇശൽ മർഹബയിലെ 4ാമത്തെ ജഡ്ജ്. മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയാണ് പട്ടുറുമാൽ. ഏകദേശം ഒരുപാട് വർഷമായി നിങ്ങൾ എല്ലാവരും അതിന്റെ സജീവമാണ്. ഈ വർഷവും എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷം. ആദ്യമായി ഹംസക്കയോട് ചോദിക്കുകയാണ്, ഈ വർഷത്തെ അല്ലെങ്കിൽ സീസൺ 6
ഇതിന്റെ ഭാഗമാകാനെത്തി. ഒരുപാട് മികച്ച പാട്ടുകാർ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. 22 മത്സരാർത്ഥികൾ. എന്താണ് സർ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? മലയാള ഭാഷാ സാഹിത്യം മാപ്പിള സാഹിത്യത്തെ കൂടാതെ പൂർണ്ണമാവുകയില്ല എന്ന മഹാനായ സാഹിത്യകാരൻ ശൂരനാട്ട് കുഞ്ഞമ്പിള്ളയുടെ അഭിപ്രായം അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ ശാഖ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. എക്കാലത്തും ഇതിന് പ്രോത്സാഹനം നൽകിയിട്ടുള്ള ബഹുജനങ്ങളോടും കലാസ്വാദകരോടും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഹംസക. 2000-ലധികം കണ്ടസ്റ്റൻസിൽ നിന്നാണ് ഈ കുട്ടികളെ തെരഞ്ഞെടുത്തത്. എല്ലാവരും നന്നായി പാടുന്ന കുട്ടികൾ തന്നെ. ഏതായാലും പട്ടുറുമാൽ തനിമയാർന്ന മാപ്പിളപ്പാട്ടുകളും മാപ്പിളപ്പാട്ടിന്റെ സംസ്കാരവും തനിമയും നിലർത്തിക്കൊണ്ട് ഇതാ 6ാമത് പട്ടുറുമാൽ ഇശൽ മർഹബ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ഇതാ 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 പട്ടുറുമാലിൻ വേദീത. കൈരളിയുടെ പട്ടുറുമാൽ മാപ്പിളപ്പാട്ടിന്റെ ഒരു പര്യായ പദമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മാപ്പിളപ്പാട്ട് എന്നാൽ പട്ടുറുമാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോക മാപ്പിളപ്പാട്ട് പ്രേമികൾ എന്നാണ് നമ്മൾ പറയുന്നത്. പലപ്പോഴും മാപ്പിളപ്പാട്ട് മലബാറിൽ നിന്ന് ഉദയം കൊണ്ട മാപ്പിളപ്പാട്ട് ഇന്ന് ലോക മാപ്പിളപ്പാട്ട് പ്രേമികൾ എന്ന് പറയുന്നത്. അപ്പൊ ലോകത്ത് വ്യാപിച്ചു കിടക്കുന്നു. ഇപ്പോൾ ആകാംക്ഷയോടെ നമ്മുടെ പ്രേക്ഷകർ, മാപ്പിളപ്പാട്ട് പ്രേമികൾ, മാപ്പിളപ്പാട്ടിനെ നെഞ്ചേറ്റിയ മാപ്പിളപ്പാട്ട് പ്രേമികൾ കാത്തിരിക്കുകയാണ് പട്ടുറുമാൽ സീസൺ 6 എങ്ങനെ വരുന്നു എന്ന്. ഞങ്ങൾ വാക്ക് തരുന്നു നിങ്ങൾക്ക്, അതിന്റെ എല്ലാ മികവും നിലനിർത്തിക്കൊണ്ട് സാഹിത്യത്തിലും സംഗീതത്തിലും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് 22 മികച്ച കണ്ടസ്റ്റൻസ്, അപാരമായ കഴിവുള്ള കുട്ടികൾ, അവരുടെ കഴിവ് മാറ്റുരച്ചുകൊണ്ട് പട്ടുറുമാൽ ഇശൽ മർഹബ നിങ്ങളുടെ മുന്നിൽ അതിന്റെ മികവിന്റെ പരമോന്നതമായ തലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരികയാണ്. അനുഗ്രഹിക്കുക. മഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളാൽ കാലത്തിൽ പാടുകയാണ്. മണിമഞ്ചത്തിൽ മൈക്കണ്ണി മഞ്ചത്തിൽ കഞ്ചത്തിൽ പാടുന്ന പാട്ടുറുമാ. പട്ടുറുമാ ഇത് പാട്ടുറുമാ, പട്ടുറുമാ ഇത് പാട്ടുറുമാ, പാട്ടുറുമാ ഇത് പട്ടുറുമാ, പാട്ടുറുമാ ഇത് പട്ടുറുമാ. പട്ടുറുമാൽ ഇശൽ മർഹബ പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തുകയാണ്. തീർച്ചയായും എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ് മികച്ച പെർഫോമൻസുകൾ, മികച്ച പാട്ടുകൾ കേൾക്കാനായി. നിങ്ങളുടെ എല്ലാവരുടെയും കാതുകളെ തയ്യാറാക്കി വെക്കുക. മനസ്സിനെ നിറയ്ക്കാനായി മികച്ച ഇശലുകളുമായി ഞങ്ങൾ എത്തും. ഇപ്പോ തൽക്കാലം ഞങ്ങളുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ അവരുടെ ജഡ്ജിംഗ് പാനലിലേക്ക് തിരിച്ചയക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 വാക്ക് സംസാരിക്കുന്ന കൂട്ടത്തിൽ 2 വാക്കല്ല 1-2 വരികളാണ് നമ്മൾ കേട്ടത് അമ്പിളി ചേച്ചിയിൽ നിന്നും. ആ പാട്ടിന്റെ തുടർച്ച കേൾക്കണമെന്ന് അതീവമായ ആഗ്രഹമുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ പ്രിയ പത്നിമാർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേദനയോടുകൂടി എഴുതിയ വരികളാണ് അതിലുടനീളം. ആ പാട്ടാണ് ഇന്ന് ഈ വേദിയിൽ ആദ്യം ആലപിക്കുന്നത്. ഈ 3 വിധികർത്താക്കളെയും നിങ്ങൾക്കരികിലേക്ക് വിടുന്നു. ഞങ്ങൾക്കെല്ലാം സുഖമാണ് വീട് എന്നു തന്നെ എഴുതിടട്ടെ. മറുനാട്ടിൽ നിങ്ങൾക്കും അതിലേറെ ക്ഷേമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ.
മാർഗോൾ പട്ടുറുമാൽ ഇശൽ മർഹബയിൽ മലയാളികൾ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപിടി മികച്ച ഗാനങ്ങൾ നമുക്ക് നൽകിയ അനുഗ്രഹീത ഗായിക നമ്മുടെ പ്രിയപ്പെട്ട അമ്പിളി ചേച്ചിയുടെ ഇമ്പമാർന്നൊരു ഗാനം നമ്മളെല്ലാവരും ആസ്വദിച്ചു കഴിഞ്ഞു. ഇനി ചെറിയൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമാണ്. മാപ്പിളപ്പാട്ടെന്നാൽ പട്ടുറുമാൽ തന്നെ. കാലഘട്ടത്തിന്റെ ഹൃദയത്തുടിപ്പായ ഗാനം അമ്പിളി ചേച്ചി നമുക്ക് വേണ്ടി പാടി തന്നിരിക്കുകയാണ്. മത്സരത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുൻപ് പട്ടുറുമാൽ ഇശൽ മർഹബയുടെ ഈ അധ്യായത്തിൽ ഏതൊക്കെ റൗണ്ടുകളാണെന്ന് അറിയാൻ എല്ലാവർക്കും ഒരുപോലെ ആകാംക്ഷയുണ്ടാവും. തീർച്ചയായും ഈ 22 മത്സരാർത്ഥികൾ ആദ്യം ഏത് റൗണ്ടിലൂടെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ജഡ്ജിംഗ് പാനലിലെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ് ഫിറോസ് ബാബു സാറിനോട് തന്നെ ചോദിക്കാം. സർ പ്ലീസ്. ആദ്യത്തെ റൗണ്ട് ആയിക്കൊണ്ട് നമ്മൾ ഈ കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നത് ഒരു സംസ്കാരമുണ്ട് മാപ്പിളപ്പാട്ടിന്. മുഹിയുദ്ദീൻ മാലയിൽ തുടങ്ങുന്ന സാഹിത്യ സംസ്കാരവും മുസ്ലിം സംസ്കാരത്തിലെ ബാങ്ക് മുതൽ നമുക്ക് ഉദാഹരിക്കാവുന്ന ഒരു സംഗീത സംസ്കാരവും, ഈ രണ്ട് സംസ്കാരങ്ങളും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പട്ടുറുമാൽ ഇശൽ മർഹബയെ തീർത്തും മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ആദ്യം കുട്ടികൾക്ക് ആ ട്രഡീഷനിൽ നിന്നുകൊണ്ട് തന്നെ അവരേറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമെന്ന നിലയിൽ ഖൽബിലപ്പാട്ട് എന്ന് ടൈറ്റിൽ ചെയ്തുകൊണ്ടുള്ള ഒരു റൗണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഖൽബിലപ്പാട്ട് എന്ന ആദ്യത്തെ റൗണ്ടിലേക്ക് നമുക്ക് കുട്ടികൾ ക്ഷണിക്കാം. ഞങ്ങളുടെ 4 പ്രിയപ്പെട്ട ജഡ്ജസിൽ 3 പേരും 30-ലാണ് മാർക്ക് നൽകുന്നത്. സ്പെഷ്യൽ ജഡ്ജായ നമ്മുടെ ഹംസക്ക 10-ലാണ് മാർക്ക് നൽകുന്നത്. ആദ്യത്തെ മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ കലയെയും കലാകാരന്മാരെയും എന്നും സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്ത കണ്ണൂരിന്റെ മണ്ണിൽ നിന്നും മെഹർനിസ നിസാം. അസ്സലാമു അലൈക്കും. എന്റെ പേര് മെഹർനിസ. ഞാൻ തളിപ്പറമ്പിൽ നിന്നും വരുന്നു. ആദ്യമായിട്ടാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. പട്ടുറുമാൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം എനിക്കുണ്ടാകണം. മെഹർനിസ, സ്വാഗതം ഈ ഒരു സീസൺ 6ലേക്ക്. മെഹർനിസയെ കാണുമ്പോൾ എനിക്ക് ആദ്യം പറയാൻ തോന്നുന്നത് തട്ടത്തിൻ മറയത്തെ പെണ്ണ് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. കണ്ണൂരിൽ എല്ലാവർക്കും സുഖമാണോ? സുഖം. ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ്. ആദ്യത്തെ പാട്ട് പട്ടുറുമാൽ ഇശൽ മർഹബയിലൂടെ മെഹർനിസയിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും കേൾക്കാൻ പോകുന്നത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ടെൻഷൻ ഉണ്ടോ? കുറച്ച് ടെൻഷൻ ഉണ്ട്. കുറച്ച് ടെൻഷൻ വേണ്ട കേട്ടോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്, കൂടെയുണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പെർഫോമൻസ്. താങ്ക് യു.
ചുമകളും ഷാമിന് വാരുന്നു സേര അണവാകി റൂഹുൽ അമീൻ തന്മൊഴിയ അമ്പൻ പുകഴ്ന്തയ ഹൈറൽ ബറായ അണവാകി റൂഹുൽ അമീൻ തന്മൊഴിയ അമ്പൻ പുകഴ്ന്തയ ഹൈറൽ ബറായ. മെഹറുന്നിസ, അങ്ങനെ പട്ടുറുമാൽ ഇശൽ മർഹബയുടെ ആദ്യത്തെ പാട്ട് മെഹറുന്നിസ പാടിക്കഴിഞ്ഞു. എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയായിരുന്നു ആദ്യത്തെ കണ്ടസ്റ്റന്റിന്റെ പാട്ട് കേൾക്കാൻ. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന 4 ജഡ്ജസിനോടും ചോദിക്കാൻ പോവാണ്. മെഹറുന്നിസ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ആദ്യം നമുക്ക് ആരോട് ചോദിക്കാം? അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, കാരണം എല്ലാവരുടെ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്നാല് ആരാണെന്നുള്ളത്? നമുക്ക് ഫിറോസ് ബാബു സർ. മെഹറുന്നിസ, ടെൻഷൻ ഉണ്ടോ? ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടോ? എല്ലാം കൊണ്ടും ടെൻഷൻ ഉണ്ട്. മൊത്തത്തിൽ ടെൻഷനാണോ? ടെൻഷൻ വേണ്ട, നന്നായി പാടി കേട്ടോ. നമുക്കൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പൊ അത് ഞാനൊന്ന് തിരുത്തി പറയുന്നു. നമ്മുടെ പട്ടുറുമാൽ ഇശൽ മർഹബയിലെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഈസ് എ ബെസ്റ്റ് കണ്ടസ്റ്റന്റ്. നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ മ്യൂസിക് കഴിഞ്ഞാൽ ഒരു പാട്ടിന്റെ ഏറ്റവും ജനങ്ങളെ ആകർഷിക്കേണ്ട ഘടകം ബിഗിനിങ് ആണ്. ശ്രുതി ചേർന്ന് പാടുക, അല്ലെ? അക്ഷരസ്ഫുടതയോടുകൂടി ശ്രുതി ചേർന്ന് പാടുക. ആ ഒരു ഘടകത്തിൽ മോള് വിജയിച്ചു, നന്നായിരുന്നു. പിന്നെ ആസ്വദിച്ച് പാടുന്ന ഒരു കുട്ടിയാണ്, അതെനിക്ക് മനസ്സിലായി. ഈ ആസ്വാദനം എവിടെയാ മനസ്സിലാവുക? മുഖത്തും കണ്ണിലൊക്കെയാണ് നമ്മുടെ പാട്ടിന്റെ ആസ്വാദനം, അല്ലെ? അങ്ങനെ ആസ്വദിച്ച് പാടുന്നു എന്നുള്ളത് നല്ലൊരു പ്ലസ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതും മോള് ഫുൾഫിൽ ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളത്, മൊത്തത്തിൽ കുറച്ചുകൂടെ പവർ ആവാം. ട്രഡീഷണൽ പാട്ടുകൾ പാടുമ്പോൾ, അത് പടപ്പാട്ടാവട്ടെ കെസ്സാവട്ടെ, ആ ഒരു കാറ്റഗറിയിലുള്ള പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ കുറച്ചുകൂടി പവർ ആവാം കേട്ടോ. ഇല്ല എന്നല്ല, പവർ ആവാം, അതുകൊണ്ട് തെറ്റില്ല. പിന്നെ 5/8 ഒരു ചേഞ്ച് ഇല്ലേ, 4/4 നിന്ന് 5/8 ചേഞ്ച്. ഈ 5/8 ചേഞ്ച് പലപ്പോഴും നമ്മുടെ ഓർക്കസ്ട്രക്കാർക്ക് അറിയാം. പലപ്പോഴും മാപ്പിളപ്പാട്ടിൽ കുറവാത്. സാധാരണ 7/8 പലപ്പോഴും ചേഞ്ച് കാണുക. 5/8 1 2 1 2 3 1 2 1 2 3 ഒരു ചേഞ്ച് ഞാൻ വളരെ കുറച്ചേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് നല്ലൊരു ഫീല് കിട്ടി ആ പാട്ടിൽ അങ്ങനെ ഒരു ചേഞ്ച് വന്നപ്പോൾ കേട്ടോ. മൊത്തത്തിൽ നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. നമുക്കിനി കുറച്ച് പവർ ആയിട്ട് തന്നെ അടുത്ത ജഡ്ജിനോട് ചോദിക്കാം കമന്റ്സ് എന്താണെന്നുള്ളത്. അമ്പിളി മാം. മെഹറുന്നിസ, നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടമായി. എന്ന് വെച്ചാല് ഇപ്പോ ഇദ്ദേഹം പറഞ്ഞ മാതിരി ശ്രുതി ആണ് പാട്ടിന്റെ ഏറ്റവും വലിയ ഘടകം. അപ്പൊ ആ ശ്രുതിയോടെ വളരെ ഒരു ലൈവ്ലി ആയിട്ട് യു ഹാവ് സങ്. അത് വളരെ അപ്രീഷിയബിൾ ആണ്. അതുകൊണ്ട് ആദ്യത്തെ പാട്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞല്ലോ, അതേപോലെ ദി സെയിം തിങ് ഐ വാസ് ഓൾസോ തിങ്കിങ്. ഞാനും മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു അത് പറയണമെന്ന്, അതിനു മുമ്പേ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്കിനി ഒന്നുമില്ല പറയാൻ. അത്ര നന്നായിരുന്നു പാട്ട്, വളരെ ഇഷ്ടപ്പെട്ടു. അബൂട്ടി മാഷ്. ആദ്യമായി മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ഭദ്രപ്പടപ്പാട്ട് എന്നുള്ള പാട്ട് സെലക്ട് ചെയ്തതിന് അഭിനന്ദനങ്ങൾ. കാരണം നമ്മുടെ പട്ടുറുമാൽ ഇശൽ മർഹബിൽ ആദ്യത്തെ ഗാനം മഹാകവി മോയിൻകുട്ടി വൈദ്യർ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ അംസക്കയെല്ലാം ആഗ്രഹിച്ചിരുന്നു. ആ സെലക്ഷൻ പ്രത്യേകം നന്ദി പറയാണ്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഈ അണവാകി റൂഹുൽ അമീൻ വേറെ 2 രീതിയിൽ പലരും പാടാറുണ്ട്. ഹംസക്ക വേറെ രീതി പാടും, നമ്മളൊക്കെ വേറെ രീതി പാടും, അങ്ങനെയുണ്ട്. ഏതായാലും മോള് സെലക്ട് ചെയ്തെടുത്ത് വളരെ നന്നായിട്ടുണ്ട്. വളരെ അഭിനന്ദനങ്ങൾ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു മാഷേ. നമ്മുടെ സ്പെഷ്യൽ ജഡ്ജ് എന്താണ് പറയാനുള്ളത് നോക്കാം. ഹംസക്ക, മെഹറുന്നിസയുടെ ആദ്യത്തെ പാട്ടാണ്, പട്ടുറുമാൽ ഇശൽ മർഹബയുടെ ആദ്യത്തെ പാട്ട്. എന്ത് പറയുന്നു? ഒരു ട്രഡീഷണൽ പാട്ട് എന്നുള്ള നിലക്ക് മെഹറുന്നിസ നന്നായി പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബദർ യുദ്ധം. അതിനെ സംബന്ധിച്ച് അതിന്റെ തുടക്കമാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ. അദ്ദേഹത്തിന്റെ അതിമനോഹരമായ കൃതിയാണ് ബദർ പടപ്പാട്ട്. റൂഹുൽ അമീൻ എന്ന് തന്നെയാണ് പറയാ. അമീറുൽ മോമിനീൻ, അമീറൽ എന്നല്ല, അമീറുൽ മോമിനീൻ, റൂഹുൽ അമീൻ. അതുപോലെ തന്നെയാണ്
റൂഹൽ എന്നല്ല, റൂഹുൽ തന്നെ. ഞങ്ങൾ പഴയ കാലത്തൊക്കെ നിങ്ങളെ ഈ ട്യൂണിലല്ല പാടുക. ആ ട്യൂണ് ഇപ്പൊ ആരും പാടാറില്ല. എങ്കിലും അതാണ് അതിന്റെ ആ നാടൻ രീതി. അണവാകി റൂഹുല്ല മീൻ തൻ തടിക്ക്, അണവാകി റൂഹുല്ല മീൻ തൻ മൊളിയ, അമ്പൻ പുകഴ്ന്തേയ കൈറുൽ ബറായ. അതാണ് അത് കപ്പപ്പാട്ട് എന്ന ഇശലാണ്. മഹാകവി ഒരു കുഞ്ഞായൻ മുസ്ലിയാർ എഴുതിയ കപ്പപ്പാട്ട്. നായൻ എന്നുന്നി നടപ്പോവർ എല്ലാം, അങ്ങനെ അതാണ് അതിന്റെ ഒറിജിനൽ രീതി. അത് നിങ്ങളിപ്പോ ഇങ്ങനെ ചിട്ടപ്പെടുത്തിയത് വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിന് ആവേശകരമുണ്ടാക്കുന്ന വിധത്തിൽ മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിക്കുക എന്നതാണല്ലോ അതിന്റെ ഉദ്ദേശം. വളരെ നന്നായി അസലായിട്ടുണ്ട്. ഇതൊക്കെ മിഹ്റാജ് പാട്ട് എന്നൊരു പാട്ടുണ്ടായിരുന്നു. ആരാണ് എഴുതിയതെന്ന് അറിയില്ല. ആ പാട്ടിന്റെ മിഹ്റാജ് ഇശലാണ് ഇതെല്ലാം. അതിൽ നിന്ന് ജന്യ ഇശലുകളായിട്ട് വരുന്നതിൽ പെട്ടതാണ് കപ്പപ്പാട്ട്. ഒരുപാട് ഇശല് വിവിധങ്ങളായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു പാട്ട് പാടി പഠിക്കുമ്പോൾ അതിന്റെ സാഹചര്യം, ഇതിവൃത്തം, ചരിത്രം പഠിച്ച് ഉള്ളിൽ നിന്ന് വരണം. അമീൻ തൻമൊളിയ, അങ്ങനെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ അത് പഠിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. എങ്കിലും നന്നായിട്ടുണ്ട്, അസലായിട്ടുണ്ട് പാട്ട്. താങ്ക് യു ഹംസക. മാർക്ക് ചോദിക്കാം അല്ലേ? നല്ല മാർക്ക് ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ. ഫിറോസ് സർ, എത്ര മാർക്കാണ് മെഹറുന്നീസയുടെ ആദ്യത്തെ പെർഫോമൻസിന്, ഈ ഖൽബിലെ പാട്ടിന് എത്ര മാർക്ക് കൊടുക്കുന്നു? ഖൽബിലെ പാട്ട് മെഹറുന്നീസ ഖൽബിൽ നിന്ന് തന്നെ പാടി. അതാണ് ഞങ്ങൾ ഈ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. ശരിക്ക് ഖൽബിൽ നിന്ന് തന്നെ പാടി. അപ്പോ തുടക്കമല്ലേ, ഒരുപാട് റൗണ്ടുകൾ ഇനി നമുക്ക് നിൽക്കണം അല്ലേ? ഒരുപാട് പാട്ടുകൾ പാടണം, ഒരുപാട് വെറൈറ്റികൾ മെഹറുന്നീസയിൽ നിന്നും മറ്റു കുട്ടികളിൽ നിന്നും നമുക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ ഒരു തുടക്കം എന്ന നിലയിൽ വാരിക്കോരി തരുന്നില്ല, എന്നാൽ പോലും നന്നായി പാടിയതിന് 26 ഔട്ട് ഓഫ് 26. 30-ൽ 26 മാർക്കാണ് അല്ലെ? നല്ല മാർക്കാണെന്ന് തോന്നുന്നു. ഇനി അടുത്ത ജഡ്ജ് അമ്പിളി മാം എത്ര മാർക്ക് കൊടുക്കുന്നു 30-ൽ? ഞാനും മിസ്റ്റർ ഫിറോസിനെ അനുകരിക്കുന്നു. 26. നല്ല സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു മാം. കീപ് ഇറ്റ് അപ്പ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പൊ എന്തായാലും മാഡം തന്നിരിക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് 30 26, 26 മാർക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. മൂന്നാമത്തെ ജഡ്ജ് എത്ര മാർക്ക് തരുമെന്ന് നോക്കാം. അബൂട്ടി മാഷ എത്ര മാർക്ക് നൽകുന്നു? മെഹറുന്നീസ എത്ര വേണം? എത്ര മാർക്ക് വേണം? മാഷ് ചോദിച്ച പോലെ എത്ര മാർക്ക് ചോദിച്ചാ ഫുള്ള് വേണമെന്ന് പറയും. ഫുൾ മാർക്ക് വേണമെന്ന്. ഏതായാലും കുറക്കുന്നില്ല. 30-ൽ 26. 26 മാർക്ക് ഔട്ട് ഓഫ് 30. 26. മെഹറുന്നീസ, നമ്മുടെ 3 ജഡ്ജസും ഔട്ട് ഓഫ് 30 30-ൽ അവരുടെ മാർക്കുകൾ നൽകി കഴിഞ്ഞു. ഇനി നമ്മുടെ സ്പെഷ്യൽ ജഡ്ജായ ഹംസക എത്ര മാർക്കാണ് മെഹറുന്നീസയുടെ ഒരു പെർഫോമൻസ് നൽകുന്നത്? നന്നായി പാടിയിട്ടുണ്ട്. ആ ഭാവവും ഈശല് അവതരണവും നന്നായതുകൊണ്ട് 8 മാർക്ക്. 8 മാർക്ക്. 10-ൽ 8 മാർക്കാണ്. നല്ല തുടക്കം. ഗ്രാൻഡ് ടോട്ടൽ ഈസ് ഔട്ട് ഓഫ് 100 86 മാർക്സ് ആണ്. 100-ൽ 86 മാർക്ക്. നല്ല തുടക്കമാണ്. ഇത് ഇങ്ങനെ തന്നെ പൊക്കോട്ടെ, മാർക്കൊന്നും കുറയ്ക്കാതെ. മികച്ച പെർഫോമൻസ്. ഖൽബിൽ നിന്നും ഇനി ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് പെർഫോമൻസ്. ജഡ്ജസ് പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊരു അഭിപ്രായം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇപ്പൊ തന്നെ നൽകിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇശൽ മഴ പെയ്യുന്ന ഈ രാവിൽ പട്ടുറുമാൽ ഇശൽ മർഹബയുടെ ഈ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ്, ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ ഷമീർ. ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഷമീർ. ഞാൻ മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്നും വരുന്നു. ഒരുപാട് നല്ല ഗാനങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവിധ സപ്പോർട്ടും പ്രാർത്ഥനയും എന്റെ കൂടെ ഉണ്ടാവണം. ഹായ് ഷമീർ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ട് പോകുന്നു. മലപ്പുറത്തുള്ള എല്ലാവർക്കും സുഖം? മലപ്പുറം അരീക്കോട് എല്ലാവർക്കും സുഖം. എല്ലാവർക്കും സുഖം. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഖൽബിലെ പാട്ട് റൗണ്ട് ആദ്യത്തെ റൗണ്ടാണ് ഷമീറിന്റെ. നല്ല പോലെ പാടാൻ സാധിക്കട്ടെ. നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് സന്തോഷത്തോടു കൂടി ഇവിടുന്ന് പോയത്. ഷമീറിനും അതിൽ നല്ലൊരു തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. நடந்தார்
പടയാളികളും ബഹുഘോഷമതാലണു കൂശിരയുണ്ട് നാശമോശകളാൽ പലതുടി താശമേശകളാം അനകമെ പാശമോശകളാം ഒട്ടും അതിശയമുരച്ചൊടു കശിമണി കുശൽ വിളി പാടും ചോടുകളാൽ വരവിൽ ആടുമാശകളാൽ നടന്നാർ പടയാളികളും ബഹുഘോഷമതാലണു കൂശിരയുണ്ട് നാശമോശകളാൽ പലതുടി താശമേശകളാം അനകമെ പാശമോശകളാം ഒട്ടും അതിശയമുരച്ചൊടു കശിമണി കുശൽ വിളി പാടും ചോടുകളാൽ വരവിൽ ആടുമാശകളാൽ നൊടിയും നെനിറാവി ഹുസായി അതക്കിളയാകിന വെങ്ക സുലൈമാനോരമുന്തലമ നൊടിയും നെനിറാവി ഹുസായി അതക്കിളയാകിന വെങ്ക സുലൈമാനോരമുന്തലമ അടലതിലേശിയെ കൊടുമ അടിയുടെ ക്ഷീണവും തലമ പോക്കും ഇട ഒരു പടവര ഉടപടി കുടിരമിൽ പാറകാങ്കലുമായി ഭുവിയിരുളേറെ തൂങ്കലുമായി നടന്നാർ പടയാളികളും ബഹുഘോഷമതാലണു കൂശിടയുണ്ട് ആശമോശകളാൽ പലതുടി താശമേശകളാം അനകമെ പാശമോശകളാം ഒട്ടും അതിശയമുരച്ചൊടു കശിമണി കുശൽ വിളി പാടും ചോടുകളാൽ വരവിൽ ആടുമാശകളാൽ അടലാളികൾ എന്തു കനിന്തിറ പിത്തകു സാകി മൊളിന്തകിയോരേ ആകവൈനാശ അടലാളികൾ എന്തു കനിന്തിറ പിത്തകു സാകി മൊളിന്തകിയോരേ ആകവൈനാശ വരവത് നേരിടും പാശ മറുവലറായിടും ജയിച്ച ഇഷ്ടം അറുതിയും അറിലിതിൽ വിറതിയരുടെ നടുചേരണം കൂശ അടവയും തീരണം ആശ നടന്നാർ പടയാളികളും ബഹുഘോഷമതാലണു കൂശിടയുണ്ട് നാശമോശകളാൽ പലതുടി താശമേശകളാം അനകമെ പാശമോശകളാം ഒട്ടും അതിശയമുരച്ചൊടു കശിമണി കുശൽ വിളി പാടും ചോടുകളാൽ വരവിൽ ആടുമാശകളാൽ തടികോലിത വക്കലതാക്കിയൊരുക്കി ചൊറുക്കിലും കൊക്കിലേറി താനെ വാന്തിടവേ തടികോലിത വക്കലതാക്കിയൊരുക്കി ചൊറുക്കിലും കൊക്കിലേറി താനെ വാന്തിടവേ മനം ഒരു പോൽ എഴുന്തിടവേ അത് വിളമാൽ നിലന്തിടവേ അന്ത് സമയമേ തരിലറ ഉരമിതിൽ അണപെടെ പോത് മുന്തിടവേ വിരുതുകളാലി ചിന്തിടവേ നടന്നാർ പടയാളികളും ബഹുഘോഷമതാലണു കൂശിടയുണ്ട് ആശമോശകളാൽ പലതുടി താശമേശകളാം അനകമെ പാശമോശകളാം ഒട്ടും അതിശയമുരച്ചൊടു കശിമണി കുശൽ വിളി പാടും ചോടുകളാൽ വരവിൽ ആടുമാശകളാൽ നടന്നാർ പടയാളികളും ബഹുഘോഷമതാലണു കൂശിടയുണ്ട് ആശമോശകളാൽ പലതുടി താശമേശകളാം ഒട്ടും അതിശയമുരച്ചൊടു കശിമണി കുശൽ വിളി പാടും ചോടുകളാൽ വരവിൽ ആടുമാശകളാൽ ഷമീറിനോട് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം, പഠിച്ച പോലെയൊക്കെ പാടാൻ സാധിച്ചോ? എന്ത് തോന്നുന്നു പാടി കഴിഞ്ഞപ്പോ? ഈ പാട്ട് കാണാതെ പഠിക്കാൻ വേണ്ടി ഒരുപാട് നോക്കിയാണ്. അത് ശരി.
പക്ഷെ എന്തൊക്കെയോ ഒരു ബ്ലാങ്ക് ഇങ്ങനെ വന്നിട്ട് പാടും, പക്ഷെ ആ മുട്ടും കട്ടും വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പാടാൻ പറ്റീനോന്ന് ചോദിച്ചാൽ പറ്റിയെന്ന് ഒരു എന്റെ കയ്യിലെ പരമാവധി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന അക്ഷരം ഏതാ ഈ പാട്ടില്? അതാണ് ബൈഹാർട്ടാക്കാൻ പറ്റാത്തത്. അക്ഷരം മലയാളത്തിൽ ഏത് അക്ഷരമാണ്? ഷ എന്നല്ലേ? ഷാണ്ട് ബാണ്ട് ഇനിയിപ്പോ എന്താ വേണ്ടത്? എല്ലാം കൂടിയുള്ള ഒരു അവിയലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഷ എന്നുള്ള അക്ഷരം കൂടുതലായതുകൊണ്ട് ഷമീറിന്റെ ഒരു ആശയ്ക്കൊത്ത ഒരു കമന്റ് ഇവിടെ നിന്ന് ഉണ്ടാവുമോ നോക്കാം. ഫിറോസ് സാർ എന്ത് പറയുന്നു? ഇവിടെ മൊത്തത്തിൽ എന്തോ പ്രശ്നമാണെന്നാണ് ഷമീർ പറയുന്നത്. എത്രത്തോളം അത് നമുക്ക് കേട്ടപ്പോ തോന്നി? ഷമീറെ ബൈഹാർട്ടാക്കി എടുത്തല്ലോ അല്ലേ? എടുത്തില്ലേ? ഇതൊക്കെയാണെങ്കിലും ബൈഹാർട്ടാക്കി എടുത്തു. ബൈഹാർട്ടായല്ലേ പാടിയത്? ബൈഹാർട്ട് പല്ലവി അനുപല്ലവി ചരണം മാത്രമല്ല, ബാക്കി ഒന്നുമില്ല. ഇത്രയും മതി. ഇത് തന്നെ മനോഹരമായിട്ട് പാടി. മനോഹരമായി പാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്കൊരു പാട്ട് മനോഹരമായി പാടാൻ പറ്റുമെന്ന് എനിക്കൊരു വിലയിരുത്തലില്ല. നന്നായി പാടി, മനോഹരമായി പാടി കേട്ടോ. ഒരു ഭാഗ്യം, ഷമീറിന്റെ ഒരു ഭാഗ്യം, അത് ഒരു പാട്ട് ഈണം കൊടുത്ത സംഗീത സംവിധായകന്റെ മുമ്പിൽ പാടാൻ കഴിയുക എന്നുള്ളത് ഏത് പാട്ടുകാരനെ സംബന്ധിച്ചും ഒരു മഹാഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യം ഇപ്പൊ ഷമീറിന് നമ്മുടെ പാനൽ അംഗമായ അബുട്ടി മാഷ് ദാസേട്ടനെ കൊണ്ട് ജമാലിയത്ത് എന്ന തരങ്കിണി കാസറ്റിൽ ഈണം കൊടുത്ത് പാടിച്ച പാട്ടാണ്. മാഷയുടെ മഹാഭാഗ്യം എന്ന് ഞങ്ങൾ പറയും. അത് ദാസേട്ടനെ കൊണ്ട് പാടിക്കുക എന്നുള്ളത്. ആ പാട്ട് ദാസേട്ടൻ പാടിയ ഒരു പാട്ട് അതിന്റെ എല്ലാ കണ്ടന്റുകളും ഉൾക്കൊണ്ടുകൊണ്ട് വൃത്തിയായിട്ട് സംഗീത സംവിധായകന്റെ മുന്നിൽ പാടുക എന്ന് പറഞ്ഞാലും അത് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നന്നായി പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. ഈ തുറന്ന മനസ്സുള്ള ഷമീറിനെ നമ്മുടെ ജഡ്ജസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അംബ്ലി മാം എന്ത് കമന്റ് ആണ് പറയാനുള്ളത് ഈ പാട്ടിനെ കുറിച്ച്? ഷമീർ നല്ല അറ്റംപ്റ്റ്. താങ്ക് യു. അബുട്ടി മാസ്റ്ററുടെ ഈ പാട്ട് നല്ലൊരു അറ്റംപ്റ്റ് ആണ് ഒരു സിംഗറിന്. ഞാൻ അതിൽ ഷമീറിന്റെ പാട്ടിൽ മനസ്സിലാക്കിയത് ഒരു സിംഗറിന്റെ ഏറ്റവും വലിയ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ നല്ലൊരു പാട്ട് ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടന്റ് കാര്യമാണ് അതിൽ. അപ്പൊ അത് സെലക്ട് ചെയ്തത് നല്ല പാട്ട്, നന്നായിട്ട് പാടിയിരിക്കുന്നു, അക്ഷരങ്ങൾ നല്ല സ്ഫുടതയോടെ പാടിയിരിക്കുന്നു, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. മാഷെ എന്ത് പറയുന്നു ഷമീറിന്റെ ഈ ഒരു പാട്ടിനെ കുറിച്ച്? ഷമീർ ഏതായാലും അരീക്കോട്ടുകാര് പറയിപ്പിച്ചില്ല. പിന്നെ ഇതിന് പ്രത്യേകത എന്താ? എഴുതിയത് അരീക്കോട്ടുകാരൻ മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് സാഹിബാണ് ഇത് എഴുതിയത്. അദ്ദേഹം അരീക്കോട്ടുകാരനാണ്. അപ്പം 3 കാര്യങ്ങളായി: സംഗീതം, രചന, ഇപ്പൊ പാടിയത് സമീർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷെ. ഹംസക്ക, ഈ പാട്ട് സെലക്ട് ചെയ്തത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ഇതിവിടെ ചിട്ടപ്പെടുത്തി ഇന്ന് പ്രോഗ്രാം തയ്യാറാക്കിയത് അതിലേറെ അത്ഭുതമാണ്. ആദ്യം പാടിയ പാട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിനെ സ്ഥാപിക്കാനുള്ള യുദ്ധത്തിന്റെ പാട്ടാണ്. ഇത് കർബല എന്ന സ്ഥലത്ത് വെച്ച് ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ നബിയുടെ ചെറുമകനും സംഘവും നടത്തിയ ശ്രമമാണിത്. ഇസ്ലാം ഖിലാഫത്തായിരുന്നു, അത് രാജകീയ വാഴ്ചയായി മാറി. അക്രമവും അനീതിയും നടമാടിയപ്പോൾ അതിൽ നിന്ന് ആ ഭരണകൂടത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹുസൈൻ എന്ന ചെറുമകനും സംഘവും യാത്രയായി ബഗ്ദാദിനടുത്ത് കർബല എന്ന സ്ഥലത്ത് എത്തി. അപ്പോൾ ഒരു യുദ്ധം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇസ്ലാമിക രാജാവ് യസീദിന്റെ പട്ടാളം അദ്ദേഹത്തെ വളഞ്ഞു. നബി കുടുംബത്തിലെ 72 ആളുകൾ, സ്ത്രീകളും കുഞ്ഞുങ്ങളും മക്കളും മരുമക്കളും അവിടെ വെച്ച് കീഴടങ്ങാൻ തയ്യാറില്ലാത്ത ഹുസൈൻ ഏറ്റുമുട്ടി ഷഹീദായി. ആ യുദ്ധത്തിന്റെ കരളലിയിക്കുന്ന സംഭവമാണ്. ആ സംഭവത്തിന് പിന്നീട് നബിയുടെ മറ്റൊരു എളാപ്പ അബ്ബാസിന്റെ സന്താന പരമ്പര പകരം ചോദിച്ചു. അതാണ് ജസ. ആ ജസയിലുള്ള പാട്ടാണ് ഇപ്പൊ ഷമീർ പാടിയത്. മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ ഉള്ള അഭിപ്രായം, മോയിൻകുട്ടി വൈദ്യാർ കഴിഞ്ഞാൽ മാപ്പിള കവി സാമ്രാട്ട് 2ാം സ്ഥാനം ഇദ്ദേഹത്തിനാണ്. അതിസുന്ദരമായിട്ട് പാടിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല പാട്ട് തന്നെയാണ്. പാട്ടിന്റെ ചരിത്രവും പശ്ചാത്തലവും പഠിച്ചിട്ട് പാട്ട് പഠിക്കണം. നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല കമന്റ്സ് ആണ് അല്ലെ? അപ്പൊ ഇത്ര ടെൻഷൻ അടിക്കണ്ട. ഇനി ഇവിടെ വന്ന് എന്ത് പറയുമ്പോഴും വാക്കുകൾ അനർഗളം നിർഗളമായി ഒഴുകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. സോ മാർക്സ് ചോദിക്കാനുള്ള സമയം. സന്തോഷമല്ലേ? കുറച്ച് സന്തോഷം അല്ലെ? സന്തോഷമുണ്ടല്ലേ? അപ്പൊ മാർക്ക് നമുക്ക് ചോദിക്കാം.
ഫിറോസ്ക എത്ര മാർക്കാണ് ഷമീറിന്റെ ആദ്യത്തെ പെർഫോമൻസിന് നൽകുന്നത്? ഞാനൊരു 30 എന്നൊക്കെ എന്റെ മനസ്സിലുണ്ട് ഷമീറിന്റെ പാട്ടിന്റെ ഒരു റേഞ്ച് വെച്ച്. പക്ഷെ ഇപ്പൊ ഞാനത് തരുന്നില്ല. 27 ഔട്ട് ഓഫ് 30. അമ്പിളി മാം എത്ര മാർക്ക് നൽകുന്നു? ഞാനൊരു 28 കൊടുക്കാന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. 30-ൽ 28 മാർക്കാണ്. അടുത്ത മാർക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അബൂട്ടി മാഷ എത്ര മാർക്ക് നൽകുന്നു? സമീർ കുറക്കുന്നില്ല. 30-ൽ 27. 27 മാർക്ക്. 30-ൽ 27 മാർക്ക്. വീണ്ടും നല്ല സ്കോറാണ്. ഇനി നമുക്ക് 10-ൽ ഔട്ട് ഓഫ് 10-ൽ എത്ര മാർക്കാണെന്ന് ഹംസക്കയോട് ചോദിക്കാം. ഞാനും കുറക്കുന്നില്ല. 8 മാർക്ക്. 8 മാർക്ക്. 10-ൽ 8 മാർക്ക്. ഗ്രാൻഡ് ടോട്ടൽ ഔട്ട് ഓഫ് 100 ഷമീറിന്റെ ഈ ഒരു പെർഫോമൻസിന് നൽകുന്നത് എത്ര മാർക്കാന്ന് അറിയണ്ടേ? 90 മാർക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. നല്ല തുടക്കം. സന്തോഷമായില്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും അരീക്കോടുള്ള എല്ലാവരുടെയും പ്രതീക്ഷ ഇനി വാനോളം ഉയരുകയാണ്. ആ പ്രതീക്ഷയ്ക്കൊത്തുള്ള പെർഫോമൻസ് ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി TV ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കുമായി സമർപ്പിക്കുന്ന സ്നേഹോപഹാരം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് പട്ടുറുമാൽ ഇശൽ മർഹബ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട 22 മത്സരാർത്ഥികളും ആദ്യ റൗണ്ടായ ഖൽബിലെ പാട്ടുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ മികച്ച പാട്ടുകളും മികച്ച പെർഫോമൻസുകളുമായി കാണാം. മാപ്പിളപ്പാട്ടെന്നാൽ പട്ടുറുമാൽ തന്നെ. പാടുന്ന പാട്ടുറുമാൽ, പട്ടുറുമാൽ ഇത് പാട്ടുറുമാൽ, പട്ടുറുമാൽ ഇത് പാട്ടുറുമാൽ.